നമസ്കാരം. IWCampusലേക്ക് സ്വാഗതം. നമുക്ക് ഇന്ന് എക്സൽ ഷീറ്റിനകത്ത് ഓട്ടോമാറ്റിക് ആയിട്ട് നമ്പർ ജനറേറ്റ് ചെയ്യാമെന്ന് എങ്ങനെയാണെന്ന് നോക്കാം. ഇപ്പോൾ ഓട്ടോമാറ്റിക് നമ്മൾ മാനുവലി റൈറ്റ് ചെയ്യാതെ എങ്ങനെയാണ് ഇത് ക്രിയേറ്റ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. മാനുവലി റൈറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഓരോ സെല്ല് സെലക്ട് ചെയ്ത് 1, 2, 3, 4 എന്ന് പറഞ്ഞ് എൻ്റർ ചെയ്തുകൊണ്ടേ ഇരിക്കണം. അപ്പോൾ ഇതിനെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഇവിടെ ഓട്ടോമാറ്റിക് നമ്പർ ജനറേറ്റ് ചെയ്യാൻ വേണ്ടി ഇതിനകത്ത് സീക്വൻസ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അപ്പം ഒരു ഫംഗ്ഷൻ എടുക്കുമ്പോൾ ഈക്വൽ ടു കൊടുക്കുക, ഈക്വൽ ടു സീക്വൻസ് എന്ന് പറഞ്ഞ്, അതായത് ഓട്ടോമാറ്റിക് സീക്വൻസ് ആയിട്ട് നമ്പേഴ്സ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് നമുക്ക് സീക്വൻസ് എന്ന് പറയുന്ന ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത്. സീക്വൻസിനകത്ത് ജസ്റ്റ് ഫസ്റ്റ് ഒരു ആർഗ്യുമെന്റ്, അതായത് അതിനകത്തുള്ളത് ഫസ്റ്റ് ഒരു ആർഗ്യുമെന്റ് എന്ന് പറയുന്നത് റോസ് ആണ്. റോസ് എന്ന് പറഞ്ഞാൽ എത്ര റോസ് കൗണ്ട് ചെയ്യുക, നമ്പർ ഓഫ് റോസ് ആണ്. അപ്പൊ ഞാൻ ഇവിടെ 10 എന്ന് പറഞ്ഞ് എൻ്റർ ചെയ്യുവാണെങ്കിൽ, ജസ്റ്റ് 10 മാത്രം എൻ്റർ ചെയ്യുവാണെങ്കിൽ ഈക്വൽ ടു സീക്വൻസ് ഓഫ് 10 എന്ന് പറഞ്ഞ് എൻ്റർ ചെയ്യുമ്പോൾ 10 നമ്പേഴ്സ് ഇവിടെ സീക്വൻഷ്യൽ ഓർഡറിൽ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കും. ഓക്കെ, 10 ഈക്വൽ ടു നമുക്ക് ഇഷ്ടമുള്ള, ഇപ്പൊ എനിക്കൊരു 20 ആണോ വേണ്ടെങ്കിൽ അത് ചേഞ്ച് ചെയ്യാം. ഈക്വൽ ടു 20 ആണെങ്കിൽ 20 നമ്പേഴ്സും ഡിസ്പ്ലേ ചെയ്ത് കാണിക്കും സീക്വൻസ് ഫംഗ്ഷൻ യൂസ് ചെയ്ത്. ഓക്കെ, അപ്പോൾ നോക്കി 20 നമ്പേഴ്സ് ഡിസ്പ്ലേ ചെയ്ത് കാണിച്ചു. ഇനി സീക്വൻസ് വെച്ചിട്ട് അടുത്ത ഈക്വൽ ടു ഇവിടെ കാണിക്കുന്നു സീക്വൻസ് ഓഫ്. ഓക്കെ, സീക്വൻസ് ഓഫ്. ഇനി ഇതിനകത്ത് എനിക്ക് അതായത് എനിക്കിപ്പോൾ 100 തൊട്ട് വേണം. ഓക്കെ, 100 തൊട്ട്, എനിക്ക് 1, 2, 3 അല്ല വേണ്ടത്, എനിക്കിപ്പോൾ 100 തൊട്ട് വേണം. പക്ഷെ 100ന്റെ ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള നമ്പേഴ്സ്, അതായത് 2 വെച്ച് ഇൻക്രിമെന്റ് ചെയ്യണം, അല്ലെങ്കിൽ 3 വെച്ച് ഇൻക്രിമെന്റ് ചെയ്യണം. അങ്ങനെ ഒരു കേസ് വരുമ്പോൾ എനിക്ക് 100, 102, ഇപ്പൊ ഇത് 1, 2, 3 ഒരു ഓർഡറിലായിരിക്കും. അപ്പൊ എനിക്ക് 100, 102, 104 അങ്ങനെ ഒരു നമ്പേഴ്സ് വേണം എങ്കിൽ, അപ്പൊ നമ്മൾ എങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നത്, ഈക്വൽ ടു സീക്വൻസ് ഫംഗ്ഷൻ യൂസ് ചെയ്തു. റോസ് മീൻസ് എത്ര റോസ്, അപ്പൊ ഇവിടെ എത്ര റോസ് ആണെന്ന് വെച്ചാൽ നമ്മൾ ഇവിടെ എൻ്റർ ചെയ്യണം. ഓക്കെ, എനിക്ക് എത്ര റോസ് വേണം, എനിക്കിപ്പോൾ ഒരു 10 റോസ് വേണം, 10 റോസ് വേണം. ഓക്കെ, അല്ലെങ്കിൽ വേണ്ട, എൻ്റെ 5 റോസ് കൊടുക്കുക. സിമ്പിൾ. 5 കോളം, എത്ര കോളത്തിൽ കാണണം, കോളംസ് മീൻസ്, അപ്പോൾ എനിക്ക് ഒറ്റ കോളത്തിൽ കണ്ടാൽ മതി, ഒറ്റ ഒരു കോളത്തിൽ. പിന്നെ സ്റ്റാർട്ട് എന്ന് വെച്ചാൽ ഏത് നമ്പർ തൊട്ട് സ്റ്റാർട്ട് ചെയ്യണം, എനിക്ക് 100, ഇനി 100 കോമ, ഇനി അതിനകത്ത് ഇനി എത്ര വെച്ച് ഇൻക്രിമെന്റ് ചെയ്യണം. അപ്പോൾ സോ അടുത്ത പാരാമീറ്റർ 2 എന്ന് പറയുമ്പോൾ, അപ്പോൾ 100 എന്ന സ്റ്റാർട്ടിംഗ് വാല്യൂ 100 ആയിരിക്കും, അത് ഇൻക്രിമെന്റ് ചെയ്യും 2 വെച്ച്. എത്ര റോസിൽ, 5 റോസിൽ, അതുപോലെ തന്നെ 1 കോളത്തിലായിട്ടായിരിക്കും കാണിക്കുന്നത്. ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, സീക്വൻഷ്യൽ ഫംഗ്ഷന്റെ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, എൻ്റർ. ഓക്കെ, 100, 102, 104, 106, 108 ഈ ഒരു ഫോർമാറ്റിൽ കിട്ടും. ഓക്കെ, ഇനി അടുത്ത വീണ്ടും ആ ഫംഗ്ഷൻ യൂസ് ചെയ്ത് ഈക്വൽ ടു സീക്വൻസ് ഓഫ്, എനിക്ക് രണ്ട് കോളത്തിലായിട്ടാണ് കിട്ടേണ്ടതെങ്കിൽ, ഇപ്പോൾ ഒറ്റ റോ ആണ് നമ്മൾ യൂസ് ചെയ്തത്, അതെനിക്കിപ്പോൾ രണ്ട് കോളത്തിലായിട്ട് കിട്ടണം. അപ്പൊ എന്തായിരിക്കും റോസ് കൗണ്ട് ചെയ്യും, എത്ര റോസ് ആയിട്ട്, 5 റോസ് വേണം, അതിൽ 2 കോളമായിട്ട് വേണം, 2 കോളമായിട്ട് വേണം. ഇപ്പൊ 1 ആണ് എൻ്റർ ചെയ്യുന്നതെങ്കിൽ 1 വെച്ച് സ്റ്റാർട്ട് ചെയ്യും, 1 വെച്ച് ഇൻക്രിമെന്റ് ചെയ്യാനും പറഞ്ഞിട്ടുണ്ട്. അതെങ്ങനെയാണ് കാണിക്കുന്നത്, 5 റോസ് 2 കോളമായിട്ടായിരിക്കും കാണിക്കുന്നത്. ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുമ്പോൾ ഓക്കെ, ഇത് 5 റോസ് ഉണ്ട്, 1, 2, 3, 4, 5. ആ 5 റോസിൽ 2 കോളംസ് ആയിട്ട് സ്റ്റാർട്ടിംഗ് വാല്യൂ 1 വെച്ച് ഇൻക്രിമെന്റ് ചെയ്യും, 1, 2, 3, 4, 5, 6, 7, 8, 9, 10 ആ ഒരു ഫോർമാറ്റിലായിരിക്കും കാണിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് വേറൊരു കേസ് എന്ന് വെച്ചാൽ സീക്വൻഷ്യലില്, ഇപ്പൊ ഇത് ഞാൻ ക്ലിയർ ചെയ്യുക. എനിക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് ഇപ്പൊ എൻ്റർ ചെയ്യുന്നതിനനുസരിച്ച്, ഇപ്പൊ കാർ മോഡൽ എൻ്റർ ചെയ്യുന്നതിനനുസരിച്ച് ഇവിടെ ഓട്ടോമാറ്റിക് ആയിട്ട് നമ്പർ ജനറേറ്റ് ചെയ്യണം. ഇതിപ്പോ നേരത്തെ തന്നെ നമ്മൾ ഈക്വൽ സീക്വൻസ് ഓഫ് ഫംഗ്ഷൻ വെച്ചിട്ട്, സീക്വൻസ് ഫംഗ്ഷൻസ് വെച്ച് ഓട്ടോമാറ്റിക് ആയിട്ട് അത്രയും റോസിൽ നമ്പേഴ്സ് കൊണ്ടുവരുവാണ്. ഇനി നമ്മൾ അങ്ങനല്ലാതെ കാർ മോഡലിനകത്ത് ഡേറ്റ എൻ്റർ ചെയ്യുന്നതിനനുസരിച്ച് ഓട്ടോമാറ്റിക് ആയിട്ട് കാർ ID ഇവിടെ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കണം. അപ്പോൾ അവിടെ ആ സെല്ല് സെലക്ട് ചെയ്തിട്ട് ഏത് ഫംഗ്ഷൻ നമുക്ക് യൂസ് ചെയ്യാം, സെയിം ഫംഗ്ഷൻ സീക്വൻസ് ഫംഗ്ഷൻ യൂസ് ചെയ്യുക. സീക്വൻസ് നമ്പേഴ്സ് കിട്ടാൻ വേണ്ടി സീക്വൻസ് ബ്രാക്കറ്റിൽ അതിനകത്ത് കൗണ്ട് എ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഉണ്ട്. കൗണ്ട് എ നോക്കിയേ, കൗണ്ട് എ, അതായത് നോൺ എം ടി അല്ലാത്ത എല്ലാ സെൽസിനെയും കൗണ്ട് ചെയ്യും.
ഓക്കെ, കൗണ്ട് എ എന്ന് പറയുന്ന ഫങ്ഷൻസ് നോൺ എം ടി സെൽസിനെ ആയിരിക്കും ഇത് കൗണ്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പം എം ടി സെൽസ് ഒക്കെ ഒന്നും കൗണ്ട് ചെയ്യില്ല, അതിനെ അവോയ്ഡ് ചെയ്യും. നോൺ എം ടി സെൽസിനെ കൗണ്ട് ചെയ്യും. ഓക്കെ, കൗണ്ട് എ ഫംഗ്ഷൻ ഇനി അതിനകത്ത് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യണം. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് ഏത് സെല്ല് സെലക്ട് ചെയ്യുക. അപ്പൊ നമ്മൾ ഈ കാർ മോഡലിനെ ബേസ് ചെയ്തിട്ടാണ് ഇവിടെ നമുക്ക് നമ്പർ ഡിസ്പ്ലേ ചെയ്യേണ്ടത്. സോ ഈ ഒരു സെൽ, ഈ ഒരു മേളിൽ ഒരു ബി എന്ന് പറയുന്ന ആ ഒരു കോളം നമ്മൾ ഫുൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. ദെൻ കൗണ്ട് എ ഫംഗ്ഷന്റെ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. ഓക്കെ, ഇനി സീക്വൻസ് ഫംഗ്ഷന്റെ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. അപ്പം നമുക്ക് സീക്വൻസ് നമ്പർ ആണ് കിട്ടേണ്ടത്. അത് എങ്ങനെയാണ് കിട്ടേണ്ടതെന്ന് വെച്ചാൽ ഓട്ടോമാറ്റിക് ആയിട്ട് അപ്പം ഈ സെല്ലിലെ നോൺ എം ടി സെൽസിനെ കൗണ്ട് ചെയ്തിട്ടായിരിക്കും അത് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുന്നത്. ഓക്കെ, എൻറ്റർ. ഓക്കെ, കണ്ടോ 1 2 ഇത് ഓട്ടോമാറ്റിക് വന്നു. ഇപ്പൊ എൻ്റർ ചെയ്തു. ഇപ്പൊ ഞാനിവിടെ ഡേറ്റ എൻ്റർ ചെയ്യുക. കണ്ടോ, അടുത്ത ഡേറ്റ എൻ്റർ ചെയ്തു. ഇനി നമുക്ക് അവിടെ എൻ്റർ ചെയ്യുന്നതിനനുസരിച്ച് ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ കാർ ഐ ഡി നമ്പേഴ്സ് ഓട്ടോമാറ്റിക്കായിട്ട് ജനറേറ്റ് ചെയ്യും. ഇതാണ് സീക്വൻസ് ഫംഗ്ഷൻ. അപ്പോൾ സീക്വൻസ് ഫംഗ്ഷൻ എന്ന് വെച്ചാൽ സീക്വൻസ് ഫംഗ്ഷനുകൊണ്ട് നമ്മളിവിടെ കൗണ്ട് എ ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ടുണ്ട്. കൗണ്ട് എന്ന് വെച്ചാൽ അതായത് നോൺ എം ടി സെൽസിനെ എല്ലാം കൗണ്ട് ചെയ്യും. സീക്വൻസ് മീൻസ് ആ നമ്പർ ഇങ്ങനെ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കാൻ വേണ്ടിയാണ്, സീക്വൻസ് ആയിട്ട് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കാൻ വേണ്ടിയാണ് സീക്വൻസ് ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത്.